തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് ആരോഗ്യത്തിന് വേണ്ടി, രണ്ട് ആകർഷണത്തിന് വേണ്ടി. അപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യം ഞാനിവിടെ വിടാം, ആകർഷണത്തിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഈ ഹണ്ടർ ഗ്യാദർ ബോഡിയാണ് ഏറ്റവും മികച്ച ബോഡി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് നാച്ചുറൽ ബോഡി. അങ്ങനെ ജീവിക്കാനാണ് നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ പരിണമിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ മോഡേൺ ബോഡി എന്ന് പറയുന്നത് വളരെ അൺഅട്രാക്റ്റീവായിട്ടുള്ള ബോഡിയാണ്. കാരണം അതിനോടൊരു അട്രാക്ഷൻ ആർക്കും തോന്നത്തില്ല. കാരണം അത് കാണുമ്പോഴേ അറിയാമല്ലോ, മുക്കുപണ്ടമാണ്, അത് ഫേക്കാണെന്ന് കാണുമ്പോഴേ അറിയാം. അപ്പോൾ ബുദ്ധൻ പറയും പോലെ ഒരു മധ്യമാർഗ്ഗമാണ് ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ മധ്യമാർഗ്ഗം സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് ഹണ്ടർ ഗ്യാദറിൻ്റെ അതും പോവരുത്, ബോഡി ബിൽഡിങ്ങിൻ്റെ ആ ലെവലും പോവരുത്. രണ്ടിൻ്റെയും കൂടെ ഒരു നടുക്ക് നിൽക്കുന്ന ഒരു ഡീസൻറ്റ് അട്രാക്റ്റീവ് ബോഡി. ഒരേ സമയം ഹെൽത്തി ആയിരിക്കണം, ഒരേ സമയം അൺനാച്ചുറലായിട്ട് തോന്നാതെ നല്ല അട്രാക്ഷനും വേണം. അപ്പോൾ അങ്ങനത്തെ ബോഡി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജിംനാസ്റ്റിക്സ് ബോഡി തന്നെയാണ്, ഒരു ജിംനാസ്റ്റിൻ്റെ ബോഡിയാണ്. ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരുപാട് സ്കിൽസ് ഉണ്ട്. ഇപ്പോൾ ഹാൻഡ് സ്റ്റാൻഡ്, പ്ലാഞ്ച്, ഫ്രണ്ട് ലിവർ, ബാക്ക് ലിവർ, അങ്ങനെ പോലുള്ള ഒരുപാട് സ്കിൽസ് അതിലുണ്ട്. ഞാൻ ആ സ്കിൽസിനെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, ഞാൻ പറയുന്നത് അവരുടെ ബോഡിയെക്കുറിച്ചാണ്. ഇപ്പോൾ എൻ്റെ ബോഡി ഒരു ജിംനാസ്റ്റിക്സിൻ്റെ ടൈപ്പ് ബോഡിയാണ്. ഇപ്പോൾ ഞാൻ ഹണ്ടർ ഗ്യാദറിന് പറയുമ്പോഴും ഇപ്പോൾ എന്നെ ഒരു ഹണ്ടർ ഗ്യാദറിനെ നിർത്തിയ ആ ഹണ്ടർ ഗ്യാദറിനേക്കാളും ഒരു പടി ഞാൻ മുകളിൽ നിൽക്കും. പക്ഷേ എന്നെ കണ്ട മറ്റേ ബോഡി ബിൽഡേഴ്സിനെ പോലെ ഇരിക്കുകയില്ല. ഈ ഒരു മധ്യമാർഗ്ഗം, അതായത് മധ്യമാർഗ്ഗം എന്ന് പറയുന്ന ഒരു ജിംനാസ്റ്റിക് അത്ലറ്റിൻ്റെ ബോഡിയാണ്. അപ്പം ഞാൻ ഏറ്റവും മികച്ച ഒരു ജിംനാസ്റ്റിക്സ് അത്ലറ്റായിട്ടുള്ള ഒരാൾ, അയാൾ ലെജൻഡാണ്, ജിംനാസ്റ്റിക് ലെജൻഡാണ്, കിങ് ഓഫ് ദ റിംഗ് ആണ്. യൂറി വാൻ ഗെൽഡർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബോഡി കാണിക്കാം. അതായത് ആ നാച്ചുറൽ ബോഡി, ഈ സ്വർണം എന്നൊക്കെ പറയുന്നത് അതിതാണ്. ഇതാണ്ട അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ട എങ്ങനെയുണ്ട്? ഇതാണ് പക്ക 100 അല്ല 101% 916 ഗോൾഡ് എന്ന് പറയുന്നത്. 916 നാച്ചുറൽ ബോഡി. ഒരു ഡ്രഗ്സോ ഒരു സപ്ലിമെൻറ്റോ ഒന്നുമില്ല. അദ്ദേഹം പക്ക നാച്ചുറലാണ്. കാരണം അദ്ദേഹം ജിംനാസ്റ്റിക്സിൻ്റെ ഡയറ്റ് ചെയ്ത്, കാരണം ഈ ജിംനാസ്റ്റിക്സുകാർക്ക് ഈ ഫേക്കായിട്ട് മസിൽ ഉണ്ടാക്കണമല്ലല്ലോ അവരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത്. പിന്നെ ജിംനാസ്റ്റിക്സ് ട്രെയിനിങ് ഹൈപ്പർട്രോഫിയോ 1 റെപ്പ് മാക്സോ അല്ല. അപ്പോൾ ക്രിയാറ്റിനും അവിടെ വലുതായിട്ട് യൂസ് ഒന്നും ആവത്തില്ല. ഞാൻ പറയാം, ക്രിയാറ്റിൻ ആദ്യത്തെ കുറച്ച് സെക്കൻഡ്സ് ഈ ഗുണം പോലും ചെയ്യുള്ളൂ. അപ്പോൾ ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നത് പക്ക ഒരു നാച്ചുറൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ പക്ക നാച്ചുറലാണ്, 1% കൃത്രിമത്വം ഇല്ല. കണ്ടാ എത്ര അട്രാക്റ്റീവാണ്. ഇവിടെ എത്ര വലിയ ജിമ്മിൽ പോണ ആളുടെ ബോഡി എടുത്താൽ ഈ ഒരു ബോഡിയുടെ അട്രാക്ഷൻ വരും. ഈ ഒരു ബോഡിയുടെ ഒറിജിനൽ മസിൽസൊക്കെ ഒറിജിനലാണ്, 1% പോലും ഫേക്ക് ഇല്ല, മുക്കുകൊണ്ടോ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോൾ കണ്ടല്ലോ, ഇതേ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തൊരു മൂവ്. അപ്പോൾ ആ ഒരു മൂവിൽ എൻ്റെ ബോഡിയുടെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇതാണ്ടല്ലോ, ഇതാണ് എൻ്റെ ബോഡി, ഇതാണ് യൂറിയുടെ ബോഡി. അപ്പോൾ യൂറിയുടെ ബോഡിയും എൻ്റെ ബോഡിയും, അതായത് കിങ് ഓഫ് ദ റിംഗ് ആണ്, ലോകത്തിലെ ഏറ്റവും മികച്ച ജിംനാസ്റ്റിക്സിൻ്റെ ബോഡിയാണ്. എൻ്റെ ബോഡി കണ്ട, അദ്ദേഹത്തിൻ്റെ ബോഡി എൻ്റെ ബോഡി സിമിലറാണ്, ഒരുപോലെയാണ്. കാരണം എന്താണ്? കാരണം അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ബോഡി, ഞാൻ ഒരു എക്സ്ട്രീം ഹണ്ടർ ഗ്യാദറിലോട്ട് പോകില്ല. മുമ്പ് അങ്ങനെ ആയിരുന്നു, അറിയാമല്ലോ. അപ്പം മസിലൊക്കെ ലോസ് ആയിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എക്സ്ട്രീം ബോഡി ബിൽഡിങ്ങിലോട്ടും പോകില്ല. ഈ ജിംനാസ്റ്റിക്സ് ലെവലാണ് പക്ക ഒരു മധ്യമാർഗ്ഗ ബോഡി ലെവൽ എന്ന് പറയുന്നത്. കണ്ടാ എൻ്റെ അദ്ദേഹത്തിൻ്റെ ബോഡി ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇയാളുടെ ബോഡി ഒരു രക്ഷയില്ലാത്ത ബോഡിയാണ്. അയ്യോ, ഒരു ബോഡി, ഒരു ഇമേജ് ഉണ്ട്, കണ്ടാൽ പറയും എന്നേ പറയുള്ളൂ, ഒറിജിനലാണെന്ന് പറയേയില്ല. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് വേറൊരു ബോഡി കാണിച്ചു തരാം അദ്ദേഹത്തിൻ്റെ. എങ്ങനെയുണ്ട് ബോഡി? പക്ക. അതായത് ഹണ്ടർ ഗ്യാദർ ലെവലും അല്ല, ഹണ്ടർ ഗ്യാദർ എക്സ്ട്രീമിലോട്ട് പോയിട്ടുമില്ല, അതേസമയം വലിയ ഈ ഫേക്കായിട്ടുള്ള മുക്കുപണ്ടം ബോഡി ബിൽഡിങ്ങിലോട്ട് പോയിട്ടുമില്ല. രണ്ടിൻ്റെ ഇടയ്ക്കുള്ള മധ്യമാർഗത്തിലുള്ള പ്യുവർ നാച്ചുറൽ ബോഡി. എന്ത് ബ്യൂട്ടി നോക്കിയാണ് വേണ്ട. ഇതൊക്കെയാണ് പക്ക നാച്ചുറൽ ബോഡി, ഒരു രക്ഷയില്ല. കാരണം എൻ്റെയൊക്കെ ബോഡി ഇതുപോലെ സിമിലറാണ്. കാരണം എനിക്കറിയാം, ഞാൻ ആ ജിംനാസ്റ്റിക്സ് നമ്മൾ ഇതാണല്ലോ ചെയ്യുന്നത്. ജിംനാസ്റ്റിക്സുകാരെ പോലെ സ്കിൽസ് ഒന്നും ചെയ്യാറില്ല. കാരണം ഞാൻ ജിംനാസ്റ്റിക്സ് അല്ല, ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ പോയാൽ. അപ്പോൾ എൻ്റെ രീതി ജിംനാസ്റ്റിക്സിൻ്റെ ബോഡി അല്ലാതെ ഈ സ്കിൽസ് ഒന്നും ചെയ്യാത്ത രീതിയിൽ
അല്ലാതെ ചെയ്തെടുക്കുക ഇതേ ടൈപ്പ് ബോഡി. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടാ എത്ര അട്രാക്റ്റീവ് എന്ന് പറയാം. ഒരു ബോഡി ബിൽഡറുടെ ബോഡിയും ഈ ബോഡി എന്ന് വെച്ചോ. ഞാൻ ഇപ്പോൾ ഒരു ബോഡി ബിൽഡറുടെ ബോഡി കാണിക്കാം. ആ രണ്ട് ബോഡി ഡിഫറൻസ് കണ്ട, ഈ ബ്യൂട്ടി കണ്ട. ഈ ബ്യൂട്ടി മറ്റവൻ 100 ജന്മം ജനിച്ചാൽ കിട്ടോ? അതാണ് കാരണം, ഇത് പണിയെടുത്താലേ കിട്ടുള്ളൂ. ഈ സ്വർണം എന്ന് പറയുന്നത് മുക്ക് കണ്ട ഒരു ഫാൻസി കടയിൽ ചെന്നാൽ 100 രൂപയ്ക്ക് വാങ്ങാം. സ്വർണം ഒരു പവനിപ്പോൾ എത്രയാണ്? ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം. അതുപോലെയാണ് സ്വർണം വാങ്ങാൻ ബുദ്ധിമുട്ട്. അതുപോലെ സ്വർണം യഥാർത്ഥ ബോഡി ഇതുപോലത്തെ ബോഡി കിട്ടാനേ പണിയെടുക്കണം. മറ്റേത് 2-3 മാസം കൊണ്ട് ഇഞ്ചക്ഷനും എടുത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കും. എന്താ ഈ എടുക്കുന്നതിനൊരു ക്വാളിറ്റി ഇല്ലല്ലോ, മൊത്തം ഫേക്ക് ആണല്ലോ. പുറമേന്ന് ഇങ്ങനെ പെരുവിയിരിക്കും, യഥാർത്ഥത്തിൽ ഒന്നിനും കൊള്ളാത്തവനാണ്. ഒരു ഉടായ്പ പരിപാടി. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വേറൊരു ബോഡി കാണിക്കാം. ഇതെങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല, പക്ക നാച്ചുറലാണ്. വെള്ളവും ഭക്ഷണവും മാത്രം. എൻ്റെ അമ്മ, ഒരു രക്ഷയില്ലാത്ത ബോഡി. ഇതൊക്കെയാണ് നാച്ചുറൽ ബോഡി എന്ന് പറയുന്നത്. അദ്ദേഹം ഒളിമ്പിക് ലെവല് വേൾഡ് ചാമ്പ്യനാണ്. ഇപ്പം വേൾഡ് ചാമ്പ്യൻ്റെ നാച്ചുറൽ ബോഡിയാണ്. കണ്ട, ഇതാണ് ബോഡി. ഈ ബോഡി അപ്പോൾ പരിണാമപരമായിട്ട് തന്നെ നിങ്ങൾക്ക് ആരോഗ്യവും അട്രാക്ഷനും ഒരുപോലെ വേണമെങ്കിൽ അത് ജിംനാസ്റ്റിക്സ് ബോഡിയിലേക്ക് കിട്ടുള്ളൂ. കാരണം പരിണാമപരമായിട്ട് തന്നെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു ബോഡി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് സബ് കോൺഷ്യസ് ആയിട്ട് സ്ത്രീകൾക്കൊക്കെ അറിയാൻ പറ്റും. കാരണം ഇയാൾക്ക് ഓടാനും ചാടാനും മരത്തിൽ വലിഞ്ഞ് കയറാനും എല്ലാത്തിനും പറ്റുന്ന ഒരു ശരീരമാണ്. ബോഡി ബിൽഡറെ നോക്കുമ്പോഴോ കാണുമ്പോഴേ അറിയാം, ഈ ചീർത്തിരിക്കുന്നു, ഇവിടെ നിന്ന് അതുവരെ നടക്കാൻ പോലും കിതച്ച് കിതച്ച് അവിടെ കിടക്കും. കുറേ മസിൽ ഇങ്ങനെ നേരെ പെരുവിയിരിക്കണം എന്നല്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ തന്നെ ഫെയിലിയറായി അട്രാക്ഷൻ്റെ കാര്യത്തിൽ. ഇതൊക്കെ അട്രാക്ഷൻ ഇപ്പോഴത്തെ മോഡേൺ ഫേക്ക് ലോകമാണ് പറയുന്നത്. ബയോളജിക്കലി ഇതൊന്നും അട്രാക്ഷൻ അല്ല, ജിംനാസ്റ്റിക് ബോഡിയാണ് അട്രാക്റ്റീവ്. രണ്ടാമത്തെ കാര്യം, കാരണം വലിയ മസിലുള്ളവന് കൂടുതൽ ഭക്ഷണം വേണം. ഈ ബോഡിയൊക്കെ നോക്കുമ്പോൾ അപ്പോൾ ഈ വലിയ ഒരു ബോഡിയുള്ള ഒരുത്തൻ എവനെയും കൊണ്ട് ഗോത്രത്തിലുള്ള ഭക്ഷണം മൊത്തം അവൻ തിന്ന് തീർക്കും. ബയോളജിക്കലി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവർ നോക്കുമ്പോൾ അത്യാവശ്യം വലിയ സൈസൊന്നും ഇല്ലാത്ത, പക്ഷേ അത്ര ചെറുതും അല്ലാത്ത ഒരു മധ്യമാർഗ ശരീരം, നാച്ചുറൽ ബോഡി, വലിയ മസിലൊന്നുമില്ല. അപ്പോൾ ഇയാൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് അതിജീവിക്കാം. കാരണം ഹണ്ടർ ഗ്യാദറിൽ ക്ഷാമകാലമുണ്ട്. ഈ ഫാക്ടറിയിൽ നിന്ന് വെട്ടി വിഴുങ്ങാൻ പറ്റില്ല ഇന്നത്തെ പോലെ. അപ്പോൾ ക്ഷാമകാലത്ത് അപ്പോൾ ഇവൻ സെലക്ഷന് പുറത്താവും. ഈ ഓവർ മസിലുള്ളവനും സെലക്ഷന് പുറത്താവും. അത് അഡ്വാൻറ്റേജ് അല്ല, ഡിസഡ്വാൻറ്റേജ് ആണ്. നോക്കുമ്പോൾ ഓവർ മസിൽ ക്ഷാമകാലത്ത് അവന് അതിജീവിക്കാൻ പറ്റുമോ? ക്ഷാമകാലത്ത് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. അപ്പോൾ സമൃദ്ധിയുടെ സമയത്തും പട്ടിണിയുടെ സമയത്തും അതിജീവിക്കാനും പറ്റണം, അതേസമയം അട്രാക്ഷനും വേണം, ശക്തനുമായിരിക്കണം. അത് ജിംനാസ്റ്റിക്സ് ബോഡിക്കേ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ അട്രാക്റ്റീവ് ബോഡി എന്ന് പറയുന്നത് ഈ ജിംനാസ്റ്റിക്സ് ബോഡി തന്നെയാണ്. അത് ഞാൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ബോഡി തന്നെ. നമ്മൾ ഷട്ടറിന് വിട്ടാൽ അറിയാനൊന്നും പറ്റത്തില്ല. അതാണ് ഈ ജിംനാസ്റ്റിക്സ് ബോഡിയുടെ പ്രത്യേകത. അതായത് ഞാൻ എക്സ്ട്രീം ഹണ്ടറിലോട്ട് പോയത് അറിയാമല്ലോ. മറ്റേ പണ്ട് വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അത് മുട്ടയും കൂടെ അടിച്ച ഒരു വീഡിയോ ചെയ്തപ്പോൾ മറ്റേ സോളമനൊക്കെ പറഞ്ഞു ഇതൊക്കെ എന്ത് ബോഡി എന്നൊക്കെ. അത് ഹണ്ടർ ബോഡി. ഈ ജിംനാസ്റ്റിക്സ് ആകുമ്പോൾ ഒരു മധ്യമാർഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.